നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഗോതമ്പ് പൊടി വെച്ചുള്ള ഓട്ടടയാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 3/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടാതെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിപ്പൊടി കൊണ്ടും ഓട്ടട ഉണ്ടാക്കാം, ഗോതമ്പ് പൊടിയും കൊണ്ടും ഉണ്ടാക്കാം. ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ട്രിപ്പായിട്ട് ഒഴിച്ചാൽ ഇതിൽ ഒത്തിരി കട്ട കിട്ടും. അതുകൊണ്ടാണ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലൊരു ലൂസ് ബാറ്ററായിട്ടാണ് എടുക്കേണ്ടത്. കൊഴുക്കട്ടയുടെ ബാറ്ററിനേക്കാളും കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കണം. എന്നാൽ ദോശയുടെ മാവിൻ്റെ പോലെ ആകുകയും ചെയ്യരുത്. ഇതാണ് ബാറ്ററിൻ്റെ പരുവം. അതായത് നമുക്ക് ലൂസായിട്ട് കൈ കൊണ്ട് പരത്തണം. പിന്നെ വേണ്ടത് ശർക്കര, തേങ്ങ ചുരണ്ടിയത്, പിന്നെ ഏലക്കാപ്പൊടി. ഏലക്ക പഞ്ചസാരയും വെച്ച് പൊടിച്ചെടുത്തതാണ്. ചില സ്ഥലങ്ങളിൽ ശർക്കരയും പഞ്ചസാരയും തേങ്ങായും കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഏലക്കാപ്പൊടിയുടെ കൂട്ടത്തിൽ ജീരകപ്പൊടിയും കൂടെ ചേർക്കും. അത് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ആ ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ ഞാൻ പച്ച തേങ്ങായ, ശർക്കര, ഏലക്കാപ്പൊടി ഈ 3 ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രത്തോളം സ്വീറ്റ്നെസ് വേണം അത് അവനവൻ്റെ ഡിസിഷനാണ്. ഇവിടെ ഞാൻ ഒരു മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. അട പരത്താനായിട്ട് നമ്മുടെ കയ്യെ ഇതുപോലെ പച്ചവെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് ഒരു കൊഴുക്കട്ട വലിപ്പത്തിൽ മാവ് വെക്കുക. എന്നിട്ട് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് വളരെ കനം കുറഞ്ഞ് കിട്ടുന്ന രീതിയിൽ പരത്തിയെടുക്കുക. പരത്തി എടുക്കുമ്പോൾ ഇലയുടെ അറ്റം വരെ പരത്തരുത്. അത് വെന്ത് കിട്ടാനായിട്ട് പാടാണ്. ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. നല്ലൊരു 4 മണി പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം. കാരണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നല്ലതായിട്ട് രുചിയുണ്ട്. ഇതുപോലെ നല്ല തിൻ ലെയറായിട്ട് ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇതിനകത്തേക്ക്. മുഴുവൻ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം ഇല പുറകിൽ നിന്ന് മുമ്പോട്ട് മടക്കിയെടുക്കുക. സൈഡിൽ നിന്ന് മടക്കിയെടുക്കരുത്. ഇല പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ മടക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയ ഒരു ഇരുമ്പ് പാത്രം അല്ലെങ്കിൽ ചട്ടി ഉപയോഗിക്കാം. ഇവിടെ ഞാനൊരു കടായിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചൂടായതിന് ശേഷം ഏറ്റവും ലോ ഹീറ്റിലേക്കാക്കുക. ലോ ഹീറ്റിലേക്കാക്കിയതിന് ശേഷം ഇത് അടച്ചു വെക്കുക. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒരു അപ്പം ശരിയാകാനായിട്ട് സമയമെടുക്കും ഒരു ഓട്ടടയ്ക്ക്. ഇൻ ബിറ്റ്വീൻ ഇതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് എങ്ങനെ പാകമായെന്ന് നോക്കിയാൽ ഈ ഇല കംപ്ലീറ്റ് കരിഞ്ഞ പരുവമായിട്ട് വരണം. നന്നായിട്ട് കരിഞ്ഞ പരുവമായിട്ട് വരണം. അതാണ് കറക്റ്റായിട്ട് ഈ ഓട്ടട പാകമാകുന്ന സമയമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഈ കടായിലിട്ട ഓട്ടട നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇല നന്നായിട്ട് കരിഞ്ഞ പാകത്തിന് വന്നിട്ടുണ്ട്. ഓട്ടട നല്ലതായിട്ട് വെന്തിട്ടുമുണ്ട്. അടുത്തത് ഞാൻ ചെയ്തിരിക്കുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയറിലാകുമ്പം ഒരു 20 മിനിറ്റോളം എടുക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.